ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയാലോ. ഞാൻ എടുത്തിരിക്കുന്ന റെഫറൻസ് പിക്ക് ഇതാണ്. അപ്പോൾ ഈ ഒരു മാലയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഈ രണ്ട് ടൂള് വേണം. പിന്നെ ഞാനിവിടെ വയർ എടുത്തിട്ടുണ്ട്, 0.4 ആണ്, ജ്വല്ലറി മേക്കിംഗ് വയറാണത്. പിന്നെ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്റ്റോണും വെച്ചിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിന്. പിന്നെ 2 അല്ലെങ്കിൽ 3 mm ബീഡ്സ് എടുക്കാം. ഇത് ആ ഒരു പിക്കിൽ കാണിച്ചിരിക്കുന്ന കമ്പിക്കെട്ട് ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കമ്പിക്കെട്ട് ചെയിൻ. ഇതുപോലത്തെ ബീഡ്സും എടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുന്തനാണ്. ഒരു ബ്ലൂ കളർ കുന്തനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പല കളറിലും അവൈലബിൾ ആണ്. ഇതുപോലെ പല കളറിലും വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഞാനിവിടെ റെയിൻ സ്റ്റോൺ ചെയിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ഹാങ്ങിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ബീഡാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ചെയിൻ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് വയറിൽ കുറച്ച് ബീഡ്സ് കോർത്തെടുക്കാം. കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സിന് വേണ്ടി ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. ഇതുപോലെ ഒരു ടൂത്ത് പിക്കിൽ അതിൻ്റെ എൻഡിലായി മാർക്ക് ചെയ്തെടുക്കാം. ഞാനിത് നേരത്തെ ചെയ്തു വെച്ചതാണ്. ഇനി ഈ ടൂത്ത് പിക്കിൽ എങ്ങനെയാണ് മാർക്ക് ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഹോളിൽ ഇട്ട് ഇതേപോലെയാണ് ഇത് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ചെയിൻ ചെയ്തെടുക്കാം. ഈ ഒരു അറ്റം ആ ഹോളിലൂടെ കടത്തിയെടുത്ത് മാർക്ക് ചെയ്ത ടൂത്ത് പിക്ക് അതിൻ്റെ ഒരളവിൽ തന്നെ വെച്ച് ചുറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ ബാക്കി കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ കട്ട് ചെയ്ത എൻഡ് അകത്തേക്ക് ഇറക്കി കൊടുത്തില്ലെങ്കിൽ കഴുത്തെ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഓരോന്നും ചെയ്തെടുക്കാം. ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് ചെയ്യുമ്പോൾ ഒരേ അളവിലുള്ള ഹോള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇതിനാവശ്യമായ ചെയിൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പെൻഡൻറ്റിന് വേണ്ട ഹാങ്ങിങ്ങും ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഹാങ്ങിങ്ങും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിത് ഈ പിന്നിലേക്ക് കോർത്തെടുക്കാം. ഇതേപോലെ ഒരു 3 ഹാങ്ങിങ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട പെൻഡൻറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാനിതിവിടെ ഒട്ടിക്കാൻ വേണ്ടി OHP ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലൂ ആണ് ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചുറ്റിനും റെയിൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് 2 സൈഡിലായി 3 കുന്തൻ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ എക്സ്ട്രാ പാർട്സ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം ഹാങ്ങിങ് പുറകിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കട്ട് ചെയ്യാൻ പറ്റാത്തത് ഉരുക്കിയിട്ടെടുക്കാം. പിന്നിൻ്റെയും ആവശ്യമില്ലാത്ത പാർട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പെൻഡന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ട സ്റ്റഡും കൂടി റെഡിയാക്കി എടുക്കാം. പെൻഡന്റ് ചെയ്ത അതേ മെത്തേഡാണ് ഇവിടെയും ചെയ്യുന്നത്. ഇതിന് ഞാൻ കുന്തൻ ബീഡ്സ് മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഹാങ്ങിങ് ചെയ്യുന്നില്ല. രണ്ട് സ്റ്റഡ് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി പെൻഡന്റും ചെയിനും തമ്മിൽ അറ്റാച്ച് ചെയ്യാം. ഞാനിവിടെ 1 ലെയർ ചെയിനാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.